ഹലോ വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നൊരു ഡിന്നറിൻ്റെ വ്ളോഗാണേ. അപ്പോൾ അവിടെ നിന്ന് കൊച്ച് സൂപ്പറാണെന്ന് കാണിക്കുന്നുണ്ട്. ശരിക്കും സൂപ്പറാണ്, സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം കുക്കറിൽ ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീഫ് വേവിക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്താണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇനി ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് പെരിഞ്ജീരകമാണ്. കടുക് ഇട്ടിട്ടില്ല കേട്ടോ, പെരിഞ്ജീരകമാണ്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, സവാള ഇത് ചേർത്ത് കൊടുക്കുക. പിന്നെ കുപ്പി ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നു, എണ്ണക്കുപ്പിയിൽ ഞാൻ പഴയ ഒരു സോക്സ് ഇട്ടിട്ടുണ്ട് കട്ട് ചെയ്തിട്ട്. അത് നമ്മൾ ഈ എണ്ണയൊക്കെ ഒഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ സ്പില്ലായി പുറത്തേക്കൊക്കെ കുറച്ചൊക്കെ ഒഴുകും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ എണ്ണക്കുപ്പി എടുക്കുമ്പോൾ പെട്ടെന്ന് കയ്യിൽ നിന്ന് തെന്നി താഴെ പോവും. അതുകൊണ്ട് അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പഴയ സോക്സൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഉപ്പൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഇടും, മുഖം നേരെ വരും, ചുളുക്കാതെ, ദേഷ്യപ്പെടാതെ, സന്തോഷിക്കും, ചിരിക്കേ. നമ്മൾ ചുമ്മാ ഗമ കാണിക്കാതെ ഇതിനകത്ത് ഇരിക്കുമ്പോൾ ഗമയാണ് കാണുന്നത്. തക്കാളി ഇട്ടില്ലേ? അപ്പോൾ കുറേ നേരം കൊണ്ട് കൊച്ച് തക്കാളി ഇടുന്നില്ലേ എന്ന് ചോദിച്ച് ഞാൻ വിചാരിച്ചു ഇനി ആ ചോദ്യം അങ്ങ് ഒഴിവാക്കാം. തക്കാളി അങ്ങ് ഇട്ടു കേട്ടോ. അപ്പോൾ അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലും ഇവിടെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. ഇനി നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ബീഫ് കൂടെ ചേർത്ത് കൊടുക്കും. ഇതിലേക്ക് ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു, പക്ഷേ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ കുക്ക് ചെയ്തെടുത്തുകൊണ്ട് അതിനകത്ത് നിന്ന് അല്ലെങ്കിലും ബീഫിനകത്ത് നിന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങുന്നത്, നമ്മൾ വെള്ളം വെക്കേണ്ട കാര്യമില്ല. ഇനി ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് അരപ്പൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഇനി നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ അളവിൽ. ഇനിയും കുറച്ച് കായപ്പൊടിയും ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഈ ഒരു ടൈമിൽ കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ചപ്പാത്തിക്ക് വേണ്ടുന്ന മാവൊന്ന് കുഴച്ചെടുക്കാം. അപ്പം ഞാൻ പ്രീതി സോഡിയാക്കിൻ്റെ മിക്സർ ഗ്രൈൻഡറിലിട്ടിട്ടാണ് ഇതൊന്ന് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിലെഴുതിയിട്ടുണ്ട് 1 കപ്പ് ആട്ടയ്ക്ക് 1/2 കപ്പ് വെള്ളം എന്നുള്ളത്. അപ്പോൾ എല്ലാ ടൈമിലും ഈ ഒരു അളവ് കൃത്യമായിരിക്കണം എന്നല്ല കേട്ടോ. നമ്മുടെ പൊടി അനുസരിച്ച് ആ ഒരു അളവിലും വേരിയേഷൻ ഉണ്ടായിരിക്കും. ഇപ്പം ഞാൻ ആശീർവാദിൻ്റെ ആട്ടയാണ് എടുത്തേക്കുന്നത്. 3 കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് അളവിലുള്ള വെള്ളം പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷേ ചില സമയത്ത് നമ്മുടെ ആട്ട മാറുന്നതനുസരിച്ച് ആ വെള്ളത്തിൻ്റെ അളവിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ ആ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ഒരുപാടെങ്കിലും ചിലപ്പോൾ നമുക്ക് അതിൽ 1.5 കപ്പ് വേണ്ടി വരത്തില്ല വെള്ളമേ. ആദ്യം നമ്മൾ ആട്ടയും ഉപ്പൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് നെയ്യൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, പ്രശ്നമില്ല. അതുപോലെ തന്നെ ലാസ്റ്റ് ഈ മാവ് ഇങ്ങനെ ആയി വരുമ്പോൾ നമ്മുടെ മിക്സിക്കൊരു ഷേക്കി ഫീലിംഗ് ഉണ്ട്. അപ്പോൾ അതൊരു നോർമൽ പ്രോസസ്സാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് ഞാനിത് യൂസ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു മിക്സിക്ക് എന്തോ കേട് സംഭവിച്ചു എന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിങ്ങനെ ആട്ട ആയി ഇങ്ങനെ ഉരുണ്ടിങ്ങനെ വരുന്ന ആ ഒരു സമയത്ത് ഒരു ഷേക്കി ഫീലിംഗ് നമ്മുടെ മിക്സിയുടെ ജാറിനുണ്ടാവും.
അപ്പോൾ അത് നോർമലാണേ. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് ഈ ഒരു മിക്സർ ഗ്രൈൻഡർ. ഇതിനകത്ത് നമുക്ക് വെജിറ്റബിൾസൊക്കെ ചോപ്പ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷനുണ്ട്. അപ്പം വീട്ടമ്മമാർക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ നമ്മുടെ ആട്ട റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് പരത്തിയെടുക്കാവേ. ഞാൻ ഒരുമിച്ചങ്ങ് പരത്തുവാണ് ചെയ്യുന്നത്. ഞാൻ ഗോതമ്പ് പൊടിക്ക് പകരം മൈദ ഉപയോഗിച്ചാണത് പരത്തുന്നത്. ഗോതമ്പ് പൊടിയാകുമ്പോൾ നമ്മൾ കല്ലിൽ ഇട്ട് ചുട്ടെടുക്കുമ്പോൾ ആ ഒരു പൊടി കല്ലെ പറ്റി പിടിച്ചിട്ട് കരിഞ്ഞ് ഇരിക്കും. അപ്പോൾ അടുത്ത ചപ്പാത്തി ഇടുമ്പോൾ അതങ്ങനെ കരിഞ്ഞിരിക്കും. അപ്പം മൈദ വെച്ച് പരത്തുവാണെങ്കിൽ അത്രയും ഒരു പ്രശ്നം വരില്ല. അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചപ്പാത്തി പരത്തി ഇടുമ്പോൾ അധികം അങ്ങോട്ട് ഒട്ടിപ്പിടിക്കത്തുമില്ല. അപ്പോൾ ഞാനൊരു മൈദയുടെ പൊടി ചെറിയൊരു കുപ്പിയിലാക്കിയിട്ട് അതിലിങ്ങനെ ഹോൾസ് ഇട്ടിട്ട് അപ്പോൾ നമുക്ക് എടുത്തിങ്ങനെ ഉപയോഗിക്കാനും ഭയങ്കര എളുപ്പമാണ്.